ജിം, എൽദോസ്, ജസ്റ്റ് ഉണ്ട് മിസ്സിംഗ് ആണ്, അവിടുന്ന് പോരാൻ പറ്റിയിട്ടില്ല. ജിം, എൽദോസ്, റെഡി? നമസ്കാരം. എല്ലാവർക്കും അറിയാവുന്ന പോലെ നാളെ വില്ലൻ നിങ്ങളിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ സായാഹ്നത്തിൽ എനിക്ക് വലിയ സന്തോഷമുള്ളത് എൻ്റെ കൂടെ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നായകൻ, വില്ലനും നായകനും ഒക്കെയായ ദ വൺ ആൻഡ് ഓൺലി മോഹൻലാൽ, എൻ്റെ സ്വന്തം ലാലുചേട്ടൻ. സോ ഞങ്ങളുടെ പടം നാളെ നിങ്ങളിലേക്ക് എത്തുകയാണ്. ഒപ്പം ഞങ്ങൾക്കുള്ളത്, നമ്മളുടെ കൂടെ ഉള്ളത് ഫോർ മ്യൂസിക്സ്. ഇതിലെ മനോഹരമായ ഗാനങ്ങൾ ഒരുക്കിയിരിക്കുന്ന സംഗീത സംവിധായകരാണ്. അവർ ജിമ്മുണ്ട്, എൽദോസ് ആൻഡ് വിപിൻ. ഒരാളും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ പടം നാളെ എത്തുകയാണ്. ചേട്ടൻ എന്താണ് വില്ലൻ എന്നുള്ള സിനിമ ഞാൻ കണ്ടു. വളരെ വ്യത്യസ്തമായ ഒരു സിനിമയാണ്. പക്ഷെ മലയാള സിനിമയിൽ ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു സ്റ്റോറിയും ഒരു മേക്കിങ്ങും ഒക്കെ കൊണ്ട് വളരെ ശ്രദ്ധിക്കപ്പെടാവുന്ന സിനിമയാണ്. അതിലെ മ്യൂസിക് ആയാലും ഒക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വെൽ മെയ്ഡ് ഫിലിമാണ്. ആ സിനിമയുടെ പേര് പോലെ തന്നെ ആ സിനിമയിൽ വളരെയധികം പ്രത്യേകതകളുണ്ട്. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് വളരെയധികം സംതൃപ്തി തന്ന ഒരു വേഷമാണ് വില്ലനിലെ പോലീസ് ഓഫീസർ. നിങ്ങൾ കാണൂ, കണ്ടിട്ട് ഇഷ്ടപ്പെടൂ, അഭിപ്രായങ്ങൾ അറിയിക്കും. തീർച്ചയായിട്ടും നിങ്ങളെ നിരാശരാക്കില്ല എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അത് ഉണ്ണികൃഷ്ണൻ്റെ വാക്കുകളിൽ നിന്ന് ഒന്നുകൂടെ നമുക്ക് കേൾക്കാം. അല്ല, തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞതുപോലെ ഈ സിനിമ നിങ്ങളെ സംതൃപ്തിപ്പെടുത്തുമെന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങളെല്ലാവരും ഈ വൈകുന്നേരം ഇവിടെ നിൽക്കുന്നത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ശ്രീ മോഹൻലാലിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമല്ല, ഒട്ടുമിക്കോറും എല്ലാവരുടെ അഭിപ്രായം, അദ്ദേഹം ഒരു മാസ്റ്റർ ഓഫ് അണ്ടർ ആക്ടിംഗ് ആണ്. ഒരു അണ്ടർ പ്ലേയുടെ ഏറ്റവും നമുക്ക് ഇന്ത്യയിലുള്ള ഏറ്റവും മികച്ച ഒരു മാസ്റ്റർ തന്നെയാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹം പറയുന്നതിനകത്തും കുറച്ച് അണ്ടർ പ്ലേ ഉണ്ട്. കാരണം ഈ സിനിമ തിരഞ്ഞെടുത്ത കുറച്ച് തമിഴ് സംവിധായകർ ചെന്നൈയിൽ കാണുകയുണ്ടായി. അവരെ എല്ലാവരും ആ സിനിമ കഴിഞ്ഞിട്ട് എന്നെ ബന്ധപ്പെടും. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളിലേക്ക് അവരുടെ അഭിപ്രായങ്ങൾ ഇന്ന് തന്നെ എത്തുന്നതാണ്. അവർ പറയുന്നത് ഇങ്ങനെ ഒരു ആക്ടർ നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് വലിയ വലിയ അഭിമാനം തരുന്നു എന്നുള്ളതാണ്. അത്രയ്ക്ക് ഗംഭീരമായിട്ട് അദ്ദേഹം ഇതിലെ മാത്യു മാഞ്ചരാനെ അവതരിപ്പിച്ചിരിക്കുന്നു. അതിൽ വലിയ സന്തോഷം. അല്ല, അത് മാത്രമല്ല, അതിൽ അഭിനയിച്ചിരിക്കുന്ന വിശാലായാലും ഹൻസിക, അതുപോലെ തെലുഗു സിനിമ എന്നുള്ള ശ്രീകാന്ത്. അത് സ്പെഷ്യൽ മെൻഷൻ വിശാലിനെ കുറിച്ച് പറയണം. കാരണം നമുക്കറിയാവുന്ന പോലെ വലിയ താരമൂല്യമുള്ള ഒരു നടനാണ് വിശാൽ. അദ്ദേഹം ഈ കഥ കേട്ട് ഒരു 10 മിനിറ്റിനുള്ളിൽ ഈ സിനിമയിലേക്ക് വരാൻ തയ്യാറാകുകയും അദ്ദേഹത്തിന്റെ മുഴുവൻ തിരക്കുകളും മാറ്റിവെച്ച് നമ്മുടെ ഈ സിനിമയിൽ അദ്ദേഹം ഭാഗമാകുകയും ഈ സിനിമയോട് 100% കമ്മിറ്റ്മെന്റ് കാണിക്കുക മാത്രമല്ല, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സംവിധാനമായ മിഷ്കിൻ എന്നോട് പറഞ്ഞത്, ഞങ്ങൾക്കറിയാവുന്ന ഒരു വിശാലല്ല നിങ്ങളുടെ സിനിമയിലുള്ളത്, ഇത് വേറൊരു വിശാൽ ആണ് എന്നുള്ളതാണ്. അപ്പോൾ വിശാൽ ഈസ് സോ എക്സൈറ്റഡ്. അദ്ദേഹം എന്നോട് ഇപ്പോൾ പറഞ്ഞത്, ഇപ്പോൾ ഈ ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം എന്നോട് പറഞ്ഞത്, നാളെ അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തി സിനിമ കാണുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ മഞ്ജു വാര്യർ ആൻഡ് ഹൻസിക, രാശി ഖന്ന, പിന്നെ ഇതിന്റെ സാങ്കേതിക രംഗത്ത് പ്രവർത്തിച്ച ക്യാമറ കയറിച്ചിരിക്കുന്ന മനോജ് പരമഹംസനും ഏകാംബരവുമാണ്. എഡിറ്റർ ഷമീർ, അതിന്റെ വസ്ത്രാലങ്കാരം നിർവഹിച്ച പ്രവീൺ, കലാസംവിധാനം വളരെയധികം പ്രാധാന്യം ഈ സിനിമയിലുണ്ട്. ഗോകുൽദാസ് ഹാസ് ഡൺ എ വണ്ടർഫുൾ ജോബ്. ആക്ഷൻ കൊറിയോഗ്രാഫി രാം ലക്ഷ്മൺ. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ യാദൃശ്യമായിട്ട് വേറൊരു ഭാഗ്യം കൂടെ നമ്മളോട് ദാസ് സാറിനൊപ്പം കാണണ്ടേ. അപ്പോൾ ദാസ് സാറുണ്ടായിരുന്നു. അപ്പോൾ കണ്ടിട്ടും സോങ്ങിനെ കുറിച്ച് സാറ് പറഞ്ഞു. സാറ് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ മൊത്തത്തിൽ ഭയങ്കര പോസിറ്റീവ് വൈബാണ് ഈ സിനിമയ്ക്ക്. നമുക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷം. സാറിന് ലാൽ സാറിനൊപ്പം 2ാമത്തെ പടം, ഉണ്ണികൃഷ്ണൻ സാറിനൊപ്പം 1ാമത്തെ പടം. ആ പാട്ട് എല്ലാവരും സ്വീകരിച്ചു. ഭയങ്കര സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും. ആ പാടുന്നതിന് മുമ്പ് ഒരു സ്പെഷ്യൽ മെൻഷൻ, ഇതിന്റെ സ്കോർ ചെയ്തിരിക്കുന്നത് സുഷിൻ ശ്യാമാണ്. ഹി ഹാസ് ഡൺ എ വണ്ടർഫുൾ ജോബ്. അപ്പോ പാട്ട് ഏത് പാട്ടാണ്? കണ്ടിട്ടും പോരാതെ തമ്മിൽ കണ്ണോട് കണ്ണോരം ചേരുന്നു നാം, പെയ്തിട്ടും തോരാതെ വീണ്ടും
വാർമേഘത്തെല്ലായി മാറുന്നു നാം. ഞാറ്റുവേലക്കാലങ്ങളേറെ പോയി മറഞ്ഞു ദൂരെ, ഇന്നലെകൾ തൂമഞ്ഞു പോലെ മെല്ലെ മാഞ്ഞതെന്തേ. എന്തെല്ലാം ചൊല്ലാതെ ചൊല്ലി കണ്ണീരും പൂന്തേനും കൈമാറി നാം. എന്നിട്ടും പിന്നെന്തോ തേടുന്നില്ലേ. അപ്പോൾ കണ്ടിട്ടും മതി വരാത്തൊരു സിനിമയായി വില്ലൻ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.